ഇന്ന് നമ്മൾ ഇൻസുലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് നമുക്കറിയാം, ഒരു പേഷ്യൻ്റ് ഡയബറ്റിക് ആണെങ്കിൽ അയാൾക്ക് കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ട ഒരു മെഡിസിൻ ഒന്നാണ് ഇൻസുലിൻ. അപ്പം ഇൻസുലിൻ തന്നെ പല രീതിയിലുണ്ട്. അപ്പം പലതിൻ്റെയും എത്ര നേരം പ്രവർത്തിക്കും, എന്തുമാത്രം സമയം ഇതിൻ്റെ ഡ്യൂറബിലിറ്റി നിലനിൽക്കും എന്നതിനൊക്കെ അനുസരിച്ച് ഇതിനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇൻസുലിൻ കൊടുക്കുന്നതോടൊപ്പം നമ്മൾ പലപ്പോഴും ഈ ടാബ്ലറ്റ് ഫോമിലാണ് ആദ്യം നമ്മൾ മെഡിസിൻ പലതും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ടാബ്ലറ്റ് ഏക്കാതെ വരുമ്പോഴാണ് നമ്മൾ ഇൻസുലിനിലേക്ക് മാറുന്നത്. പക്ഷെ ടാബ്ലറ്റ് നമ്മൾ കൊടുക്കുന്ന ഒരിക്കലും ഇൻസുലിൻ അല്ല. അതായത് നമ്മുടെ പാൻക്രിയാസ്, അത് പലപ്പോഴും നമ്മൾ ടാബ്ലറ്റുകൾ കൊടുക്കുന്നത് കൂടുതലും ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസ് ഉള്ളവർക്ക്. അതായത് ഇൻസുലിൻ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സെല്ലിന്റെ ബീറ്റാ സെൽസിന്റെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ സെൽസിന്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടാബ്ലറ്റുകൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ മസിൽസിലേക്കുള്ള റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ടാബ്ലറ്റുകൾ കൊടുക്കുന്നത്. പൂർണ്ണമായിട്ടും ഇൻസുലിൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലിൻ റീപ്ലേസ്മെന്റ് ചെയ്യുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇൻസുലിനാണ് ഇതിന്റെ യഥാർത്ഥ ട്രീറ്റ്മെന്റ്. അപ്പം എന്താ നമ്മൾ കൊടുക്കേണ്ടത്? ആദ്യത്തെ സംഭവമാണ് റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ. റാപ്പിഡ് ആക്ടിങ്. അപ്പൊ റാപ്പിഡ് ആക്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ, പെട്ടെന്ന് പരിപാടിയാണ്. അതായത് ഇതിന്റെ ഓൺസെറ്റ് എന്ന് പറയുന്നത്, അതായത് ഒരു മെഡിസിൻ നമ്മുടെ ശരീരത്തിലെത്തി എത്ര മിനിറ്റ് കൊണ്ട് അതിന്റെ പ്രവർത്തനം കാഴ്ചവെക്കാൻ തുടങ്ങും, അതാണ് ഓൺസെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇതിന് ഏതാണ്ട് ഒരു 15 തൊട്ട് 30 മിനിറ്റിനുള്ളിൽ ഇത് ശരീരത്തിൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കും. ആ ശരീരത്തിൽ പ്രവർത്തനം ആരംഭിക്കും. അപ്പൊ രണ്ടാമത്തെ സമയം എത്ര നേരത്തെ കൊണ്ട് അത് അതിന്റെ പീക്കിലെത്തും, അതായത് അതിന്റെ ശക്തി മുഴുവൻ പുറത്തെടുക്കും. അപ്പം അതിന് നമ്മൾ പലപ്പോഴും ഇച്ചിരി കൂടുതൽ സമയം കാണും. കാരണം നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ചെന്ന് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കാനായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് കുടലിൽ ചെന്ന് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് വരുന്ന ആ സമയം കൊണ്ടാണ് ഇൻസുലിൻ ചെന്ന് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കേണ്ടത്. മനസ്സിലായോ? അപ്പം റാപ്പിഡ് ആക്ടിങ് ആണെങ്കിൽ ഇതിന് 1 മണിക്കൂർ തൊട്ട് ഒരു 3 മണിക്കൂർ വരെ, അല്ലെങ്കിൽ കഴിച്ച് ഒരു 2 മണിക്കൂർ തൊട്ട് 3 മണിക്കൂർ വരെ, 1 മണിക്കൂർ തൊട്ട് ഒരു 3 മണിക്കൂർ വരെ ഇതിന്റെ നല്ല പീക്കാണ്. എടുത്ത് 1 മണിക്കൂർ തൊട്ട് 3 മണിക്കൂർ വരെ ഇത് നല്ല കട്ടി നിൽക്കും. ഇതിന്റെ പ്രവർത്തനം ശരീരത്തിൽ കാണും. ഇനി എത്ര മണിക്കൂർ? ഒരു 4-5 മണിക്കൂർ കൊണ്ട് അതിന്റെ പ്രവർത്തനം ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഡിസപ്പിയർ ആവും. 5 മണിക്കൂർ ആകുമ്പോൾ തീർന്നു. അതായത് 15-30 മിനിറ്റിൽ പ്രവർത്തനം തുടങ്ങും. 1 മണിക്കൂർ തൊട്ട് 3 മണിക്കൂർ വരെ അതിന്റെ പീക്കിൽ നിലനിൽക്കും. കാരണം എന്തും കൊടുക്കുന്ന എല്ലാത്തിനെയും അത് ഇൻസുലിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനം ഏതാണ്ട് ലാസ്റ്റിംഗ് പവറിലേക്ക്. 5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പവറൊന്നുമില്ല. ഇതാണ് ഒരു ക്ലിയർ ഇൻസുലിൻ ആയത്. മനസ്സിലായോ? ഇനി അടുത്ത സംഭവമാണ് ഷോർട്ട് ആക്ടിങ്. ഷോർട്ട് ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതും ക്ലിയർ ഇൻസുലിനാണ്. ഇത് രണ്ടുമാണ് ക്ലിയർ ഇൻസുലിൻ. അപ്പം ഷോർട്ട് ആക്ടിങ് ഇൻസുലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 30 മിനിറ്റ് കൊണ്ട് ഇതിന്റെ പ്രവർത്തനം ശരീരത്തിൽ തുടങ്ങും. 30 മിനിറ്റ് കൊണ്ട് തുടങ്ങി 1 മണിക്കൂറോളം ഇതിന്റെ ഓൺസെറ്റിന് വേണം. അതായത് കഴിച്ച് 30 തൊട്ട് 1 മണിക്കൂർ വരെ ഇത് ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതിന്റെ പ്രവർത്തനം ശരീരത്തിൽ നടക്കാൻ തുടങ്ങും. പിന്നെ രണ്ടാമത്തെ സെക്ഷനാണ് അതിന്റെ പീക്ക്. അത് എപ്പോഴായിരിക്കും പീക്കിൽ പ്രവർത്തിക്കുന്നത്? അത് 2 മണിക്കൂർ, അതായത് ഇൻസുലിൻ എടുത്ത് 2 മണിക്കൂർ തൊട്ട് 4 മണിക്കൂർ വരെ ഇത് നല്ല പീക്കിലായിരിക്കും. ഇതിന്റെ പവർ ബോഡി ശരീരത്തിൽ കാണാം. മനസ്സിലായോ? അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് ഇതിന്റെ ഡ്യൂറേഷൻ. അതായത് എത്ര മണിക്കൂർ വരെ ഇത് ശരീരത്തിൽ നിൽക്കുന്നു. അത് മാക്സിമം ഒരു
6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ നിലനിർത്തത്തുള്ളൂ. അതായത് 8 മണിക്കൂർ കഴിയുമ്പോൾ ഇതിന്റെ ആക്ഷൻ ശരീരത്തിൽ പൂർണ്ണമായിട്ട് നിന്നിട്ടുണ്ടാവും. അപ്പം സ്ലൈഡിംഗ് സ്കെയിലിൽ ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ഇതാണ്. കാരണം 8 മണിക്കൂർ വരെ ഇതിന്റെ ഒരു പ്രവർത്തനം ശരീരത്തിലുണ്ടാവും കഴിച്ചിട്ട്. അപ്പം 1 8 2 8 16 3 24 നമുക്കൊരു സ്ലൈഡിംഗ് സ്കെയിൽ കൊടുക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള സംഭവം. അതുകൂടാതെ ഈ ഗസ്റ്റേഷണൽ ആയിട്ടുള്ള ഡയബറ്റിക് മദറിന് കൊടുക്കുന്ന സംഭവവും ഇതാണ്, ഷോർട്ട് ആക്ടിങ് ആണ്. അപ്പൊ നമുക്കറിയാം ഷോർട്ട് ആക്ടിങ് ആണ് മദറിനും കൊടുക്കുന്നത്. ഇനി അടുത്തതാണ് ഇന്റർമീഡിയറ്റ്, മിക്സ്ഡ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആക്ഷൻ. NPH ആക്ഷനും ഇതിന് പേരുണ്ട്. ഇന്റർമീഡിയറ്റിന് NPH എന്ന് പറയും. അപ്പം ഇന്റർമീഡിയറ്റിന്റെ പ്രത്യേകത എന്താ? ഇത് ഒരു ക്ലൗഡി കളർ, അതായത് ഒരു പാലിന്റെ കളറിലാണ് കിടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ക്ലൗഡി കളറിൽ കിടക്കുന്ന ഒരു ഇൻസുലിൻ ആണ് ഇന്റർമീഡിയറ്റ് ആണ്. പക്ഷെ അതിന്റെ ഓൺസെറ്റോ നമ്മൾ ആ മെഡിസിൻ കൊടുത്ത് 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ ഇതിന്റെ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ തുടങ്ങാനായിട്ട് സമയമെടുക്കും. 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ. ഇനി അതിന്റെ പീക്കോ അത് ഒരു 4 മണിക്കൂർ തൊട്ട് 12 മണിക്കൂർ വരെ അതിന്റെ പീക്കിൽ കാണും. അതായത് ഇതിന്റെ ശക്തി മുഴുവൻ പുറത്തെടുത്ത് നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കും. ഇനി ഇതിന്റെ ഡ്യൂറേഷനോ അതൊരു 16 തൊട്ട് 24 മണിക്കൂർ വരെ ഇതിന്റെ പ്രവർത്തനം ശരീരത്തിൽ കാണും. അപ്പൊ 16 തൊട്ട് 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു ദിവസം. മനസ്സിലായോ? ഇത് പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ഇത് സബ്ക്യൂട്ടേനിയസ് മാത്രമേ കൊടുക്കാവുള്ളൂ. ഒരു കാരണവശാലും IV കൊടുക്കാൻ പാടില്ലാത്ത ഒരു മെഡിസിൻ ആണ് NPH എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് നമ്മൾ IV കൂടുതലായിട്ട് കൊടുക്കുന്നത്, IV ആയിട്ട് കൊടുക്കുന്നത്. ഇനി അടുത്താണ് ലാൻഡസ്. ഇതും ഒരു ലോങ് ആക്ടിങ് ആണ്. ലാൻഡസ് 4ാമത്തെ സെക്ഷനാണ്. ഇവര് തമ്മിൽ നല്ല സാമ്യമുണ്ട്. ഇതിന് പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, ഇതിന് പീക്ക് ഇല്ല. ഇതും കഴിച്ച് 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ നമ്മുടെ ബോഡിയിൽ പ്രവർത്തനം ആരംഭിക്കും, ഓൺസെറ്റ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന് പീക്കില്ല. ഇതൊരു ദിവസം മുഴുവൻ ഒരേ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. 24 അവർ വരെ ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ളതുമായിട്ട് മിക്സ് ചെയ്ത് ലാൻഡക്സ് ഒരിക്കലും ഉപയോഗിക്കത്തില്ല. ലാൻഡക്സ് ആയിട്ട് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇച്ചിരി ഹ്യൂമൻ അട്രാപ്പിഡ് എടുക്കാം, ഷോർട്ട് ആക്ടിങ് എടുക്കാം, NPH എടുക്കാം, ഇങ്ങനെ മിക്സ് ചെയ്യാം. പക്ഷെ ഇത് മിക്സ് ചെയ്യത്തില്ല. ഇത് മിക്സ് ചെയ്യാത്ത സംഭവമാണ്, നേരിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇത് കൊടുത്താലോ 24 മണിക്കൂറും ഇതിന്റെ ആക്ഷൻ ബോഡിയിൽ നിലനിൽക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻസുലിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ രീതി. പിന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഭാഗത്ത് തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കരുത്. അങ്ങനെ ചെയ്താൽ അത് അവിടെ വീർത്തു വരുവോ കുഴിഞ്ഞു വരുവോ ഒക്കെ ചെയ്യും. അപ്പൊ നമ്മൾ സൈറ്റുകൾ ഒരു സൈറ്റിൽ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്തൊരു 34 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേ അടുത്ത ആ സൈറ്റിൽ പിന്നെ വീണ്ടും നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇൻസുലിൻ കൊടുക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ. അതായത് ഇത് ഇൻസുലിൻ എടുക്കുന്ന പേഷ്യന്റ് ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പേഷ്യന്റിനോട് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ സോമോജി എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് നമ്മളിപ്പോൾ രാത്രിയിൽ 10 മണിയാകുമ്പോൾ പേഷ്യന്റിന് നമ്മൾ ഇൻസുലിൻ കൊടുത്തു. അപ്പൊ ഇൻസുലിൻ കൊടുത്ത് പേഷ്യന്റ് കിടന്നുറക്കത്തിൽ പേഷ്യന്റിന്റെ ഷുഗർ താന്നു പോകുന്നത് പേഷ്യന്റ് അറിയുന്നില്ല. പക്ഷെ അപ്പൊ ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഒരു സംഭവത്തെയും കൂടി ബോഡി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഗ്ലൂക്കോഗോണിന്റെ എഫക്റ്റ് കൊണ്ട്
ലിവറിൽ കിടക്കുന്ന ഗ്ലൈക്കോജനെ എടുത്ത് ഗ്ലൂക്കോസ് ആക്കി ബോഡി ഉപയോഗിക്കും, നമ്മുടെ ഇൻസുലിൻ കുറഞ്ഞു കഴിയുമ്പോൾ ചില സമയത്ത്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, രാവിലെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ഷുഗറിന്റെ ലെവൽ ഒരുപാട് കൂടുതലാണ്. അതൊരിക്കലും ഇൻസുലിൻ കൊണ്ട് ഉണ്ടായതൊന്നുമല്ല, അത് ഗ്ലൂക്കോണിന്റെ എഫക്റ്റ് കൊണ്ട് ലിവറിൽ കിടക്കുന്ന ഗ്ലൂക്കോജനെ എടുത്ത് ഗ്ലൂക്കോസ് ആക്കിയത് കൊണ്ടുണ്ടായതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എഫക്റ്റും. അപ്പം നമ്മൾ രാവിലെ ഉണ്ടാകുന്ന ഷുഗർ ഒരുപാട് കൂടുതൽ, ബാക്കി എല്ലാ സമയത്തും ഷുഗർ ഒരുപോലെ ഒരു കൺട്രോളിലും, രാവിലെ ഷുഗർ ഒരുപാട് കൂടുതലുമാണെങ്കിൽ നമ്മൾ കൊടുത്ത മെഡിസിന്റെ പീക്ക് നമുക്കറിയാലോ, ഒരു 8 മണിക്കൂർ 7 മണിക്കൂർ. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഷുഗർ ഒരുപാട് കുറവാണ്, പിന്നെ രാവിലെ ആയിട്ട് നോക്കുമ്പോൾ ഒരുപാട് കൂടുതലാണെങ്കിൽ അത് സോമോജി എഫക്റ്റ് ഉണ്ടാകും. അങ്ങനെയൊക്കെ ചില കോംപ്ലിക്കേഷൻസുകൾ ഇത് കൊടുക്കുന്നതുകൊണ്ട്. ഇതാണ് ഇൻസുലിനെ കുറിച്ച് പൊതുവെ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.